നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ഒരു വർഷക്കാലം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം കുംഭക്കൂറിലും മീനക്കൂറിലുമായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ 3 പാദം കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമാണ്. കുംഭക്കൂറുകാർക്ക് ശനി 2-ലും ഗുരു 6-ലും രാഹു 1-ലും കേതു 7-ലുമാണ്. ശനി ജൂൺ 3 3-ലേക്കും ഗുരു ഒക്ടോബർ 31 7-ലേക്കും ജനുവരി 25 വീണ്ടും 6-ലേക്കും ജൂൺ 26 വീണ്ടും 7-ലേക്കും മാറി വരുന്നുണ്ട്. എന്നാൽ മീനക്കൂറിലാകട്ടെ, അതായത് പൂരുരുട്ടാതിയുടെ അവസാന പാദം ഉള്ള മീനക്കൂറുകാർക്കാകട്ടെ ശനി ജന്മത്തിലും ഗുരു 5-ലും രാഹു 12-ലും കേതു 6-ലുമാണ്. ജൂൺ 3 ശനി 2-ാം ഭാവത്തിലേക്കും ഒക്ടോബർ 31 ഗുരു 6-ാം ഭാവത്തിലേക്കും ജനുവരി 25 5-ാം ഭാവത്തിലേക്കും വീണ്ടും ജൂൺ 26 6-ാം ഭാവത്തിലേക്കും മാറുകയാണ്. കേതു 12-ലും രാഹു 6-ലും ആണ്. പൊതുവെ പറഞ്ഞാൽ ഈ വർഷം ഇവർക്ക് ഒരു സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം 7.5 ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും സുഖദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് ഉണ്ടാവുക. കുംഭക്കൂറുകാർക്ക് 7.5 ശനിയുടെ അവസാന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. എന്നാൽ മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലായ കർക്കിടകത്തിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ദോഷഫലങ്ങൾ ഇപ്പോൾ കുറഞ്ഞു കിട്ടുന്നതാണ്. മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്കും വരുന്നത് കൊണ്ട് തന്നെ ദോഷഫലങ്ങൾ കൂടുതൽ ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല. ഇനി ഓരോ കൂറുകാരുടെയും ഫലം വേറെ തന്നെ നോക്കാം. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി 1, 2, 3 പാദം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അധികം ഗുണം ലഭിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് 7.5 ശനിയുടെ അവസാന സമയം ആയതുകൊണ്ട് ശനി പോകുന്ന പോക്കിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണഫലങ്ങൾ നൽകുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന, ജോലി തടസ്സങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഇവർക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുവാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കുവാനും വരുമാന വർധനവ് ഉണ്ടാകുവാനും ഒക്കെ സാധ്യത തെളിയുന്നതാണ്. മാത്രമല്ല തൊഴിലിടങ്ങളിൽ കൂടുതൽ അനുകൂലമായ മനസമാധാനമുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. മേലധികാരികളിൽ നിന്ന് അനുകൂലമായ സമീപനവും ഉണ്ടാവുന്നതാണ്. ദീർഘകാലമായി ജോലി ആഗ്രഹിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും ജോലി ലഭിക്കുന്നതും ആയിരിക്കും. ധനപരമായി പറയുകയാണെങ്കിൽ ധനപുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർക്ക് ധനപരമായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത് ഒക്കെ മാറിക്കിട്ടുന്നതും ധനപരമായി നേട്ടം വന്നു ചേരുന്നതുമാണ്. അവിചാരിതമായി ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുവാനും പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുവാനും സംരംഭ നേട്ടം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്.
ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ചില അരിഷ്ടതകളൊക്കെ വന്നിരുന്നെങ്കിലും അവയൊക്കെ മാറിക്കിട്ടുന്നതും ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നതും ആരോഗ്യ പുരോഗതി ഉണ്ടാവുന്നതുമാണ്. കുടുംബപരമായി പറയുകയാണെങ്കിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ കുടുംബത്തിൽ വന്നു ചേരുവാൻ ഇടയുള്ള കാലമായിരുന്നു. അവയൊക്കെ മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐക്യവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറി കിട്ടുന്നതാണ്. അകന്നു നിന്നവർ അടുക്കുവാനും കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ തമ്മിൽ അയൽപ്പക്കത്തുള്ളവർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും രമ്യതയിൽ പോകുവാൻ കഴിയുന്നതുമായ ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അലസതയും മടിയും ഒക്കെ മാറി വരുന്നതും അവർക്ക് വിദ്യാ നേട്ടവും വിദ്യാഗുണവും ഉണ്ടാവുന്നതുമായ ഒരു വർഷമാണ്. പുതിയ കോഴ്സിന് അപേക്ഷിച്ചവർക്ക്, ഇഷ്ടപ്പെട്ട കോഴ്സിന് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടന്നു കിട്ടുന്നതാണ്. കുറേ കാലമായി വിവാഹം നടക്കാതെ പോയ യുവതിയുവാക്കൾക്ക്, വിവാഹത്തിൽ തടസ്സം നേരിട്ടവർക്ക് വിവാഹത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുന്നതും ആയിരിക്കും. വീട് വെക്കുവാൻ കഴിയുന്നതും വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതുമാണ്. യാത്രാ നേട്ടം ഉണ്ടാവുന്നതും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്കുള്ള അനുകൂല സാഹചര്യം വന്നു ചേരുന്നതുമായിരിക്കും. അവസാന പാദത്തിലുള്ളവർക്ക് അത്ര ഗുണകരമായിരിക്കില്ല. എങ്കിലും വലിയ ഫലങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. ജോലി ലഭിക്കുമെങ്കിലും ജോലിയിൽ കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വരുമാന വർധനവിൽ ചെറിയ വിഘ്നങ്ങളൊക്കെ സംഭവിക്കാനും പ്രതീക്ഷിച്ച പോലെ പെട്ടെന്ന് വരുമാന വർധന ഉണ്ടാവാനും സാധ്യതയില്ല. പ്രൊമോഷൻ കിട്ടുമെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് വരില്ല. വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല. വരുമാന വർധനവിനനുസരിച്ച് ചെലവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി ചെലവ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പണം ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല. പുതിയ പങ്കാളിയുമായി ബിസിനസ്സിൽ പുതിയ സംരംഭം ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത്ര യോജിച്ചതല്ല. വായ്പ കൊടുക്കുന്നവർക്ക് വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വായ്പ കൊടുക്കുവാൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾക്ക് വിദ്യാ നേട്ടവും മത്സര പരീക്ഷയിൽ വിജയവും ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അലസതയും മടിയും മാറ്റി യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് ഗുണകരമായിരിക്കും. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അവയൊക്കെ നടന്നു കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിലും ചെറിയ കാലതാമസമോ വിഘ്നമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രു ഹാനി ഉണ്ടാവുന്നതും ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതുമാണ്. വാഹനയാത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രികാലങ്ങളിലുള്ള വാഹനങ്ങൾ, ഇരുചക്രവാഹനമുള്ള വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലാ കായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുമായ ഒരു സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തക്കതായ ചികിത്സ നൽകേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. വിവാഹം നടക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ്. അതിനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ അധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആത്മീയത വർദ്ധിക്കുന്നതും ദീർഘകാലമായി ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതുമായിരിക്കും. 1202 ആണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ്. കുംഭക്കൂറുകാർക്ക് ജൂൺ 3-ാം തീയതിയോട് 7ാം ശനി കഴിയുകയാണ്. മീനക്കൂറുകാർക്ക് ജൂൺ 3-ന് 7ാം ശനിയുടെ അവസാന പാദത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾ അതിനുശേഷം കുറഞ്ഞു വരുന്നതായിരിക്കും. കുംഭക്കൂറുകാരെ അപേക്ഷിച്ച് മീനക്കൂറുകാർക്ക് ദോഷഫലങ്ങൾ അല്പം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ചെയ്യുകയും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുകയും ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കുവാൻ കഴിയുന്നതാണ്.